വെല്ലുവിളികളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ലിയോ മെസ്സിയും അർജന്റീനയും ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞുകൊണ്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് പ്രവേശനം നേടിയത്. മത്സരത്തിന് മുന്നേയും മത്സരത്തിലും നടന്ന ഒരുപാട് വെല്ലുവിളികളെ അനായാസം കാറ്റിൽ പറത്തുന്ന പ്രകടനം. 85 മിനിറ്റ് വരെ തോറ്റുനിന്ന ടീം മത്സരത്തിൻ്റെ 91 മിനിറ്റ് ആകുമ്പോഴേക്കും 2-1 എന്ന സ്കോറിന് മുന്നിലെത്തുന്നു. വീണ്ടും മെസ്സി മാജിക് കണ്ട പോരാട്ടമായിരുന്നു. മത്സരത്തിൻ്റെ 86-ാം മിനിറ്റിലും 91-ാം മിനിറ്റിലും 2 ഗോളുകൾക്കും വഴിയൊരുക്കിയത് സാക്ഷാൽ ലിയോ മെസ്സി തന്നെയായിരുന്നു. ആദ്യം എൻസോ ഫെർണാണ്ടസിൻ്റെ ഗോളിന് വഴിയൊരുക്കി. മത്സരത്തിൻ്റെ 91-ാം മിനിറ്റിൽ സൂപ്പർ താരം ലൗതാരോ മാർട്ടിനസിൻ്റെ ഗോളിനും വഴിയൊരുക്കിയത് മെസ്സിയായിരുന്നു. ഇരട്ട അസിസ്റ്റോടെ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടതും മെസ്സിയെ തന്നെയായിരുന്നു. മെസ്സിയെ ഉറക്കിക്കിടത്തുമെന്ന് പറഞ്ഞവർക്ക് തെറ്റി. ഇംഗ്ലണ്ടിനെയായിരുന്നു മെസ്സി തിരിച്ചുറക്കിയത്. ഈ ഒരു മത്സരത്തിൽ രോമാഞ്ചം സമ്മാനിച്ച നിമിഷങ്ങളിലൊന്നായിരുന്നു മത്സരത്തിൽ ലിയോ മെസ്സി 3-4 ഇംഗ്ലണ്ട് താരങ്ങളെ അനായാസം മറികടന്നുകൊണ്ട് ഒരു ട്രിബ്ലിങ്ങിലൂടെ കുതിക്കുന്നത്. ആദ്യം മറികടന്നത് അവരുടെ ക്യാപ്റ്റനായ ഹാരി കെയ്നെയാണ്. മെസ്സിക്ക് മുന്നിൽ തീർത്തുമില്ലാതാക്കിക്കൊണ്ട് മെസ്സി ഹാരി കെയ്നെ അനായാസം ബീറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കുതിച്ചു. പിന്നാലെ ഗോർഡനെയും റൈസിനെയും മറികടന്ന മെസ്സി ഒടുക്കം ഇംഗ്ലീഷ് താരങ്ങൾ മെസ്സിയെ ഫൗൾ ചെയ്യുകയല്ലാതെ വേറെ രക്ഷയില്ലായിരുന്നു. മെസ്സിയെ വീഴ്ത്തിയതിന് ഇംഗ്ലീഷ് താരം യെല്ലോ കാർഡ് കാണുകയും ചെയ്തു. ഇപ്പോൾ ഇതാ മത്സരശേഷം മെസ്സിയുടെ പ്രകടനത്തെക്കുറിച്ച് അവരുടെ ക്യാപ്റ്റനായ ഹാരി കെയ്ൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: തീർച്ചയാണ്, ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരമാണ് മെസ്സി. സാധ്യമാകുന്ന രൂപത്തിലെല്ലാം തന്നെ മെസ്സിയെ തടയാൻ വേണ്ടി ഞങ്ങളുടെ പരമാവധി ശ്രമിച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഞങ്ങൾക്ക് അദ്ദേഹത്തെ തടയാൻ സാധിച്ചില്ല. ഞങ്ങളുടെ ശ്രമമെല്ലാം പാളിയത് അദ്ദേഹത്തിന് ബോൾ ലഭിക്കുമ്പോഴെല്ലാം അദ്ദേഹം അപകടങ്ങൾ വിതച്ചുകൊണ്ടേയിരുന്നു. തടയാൻ കൃത്യമായ പ്ലാനുകൾ തയ്യാറാക്കിയെങ്കിലും ഒന്നും നടന്നില്ല. മെസ്സി പന്തുമായി അനായാസം അപകടങ്ങൾ വിതച്ചുകൊണ്ടേയിരുന്നു എന്നാണ് ഹാരി കെയ്ൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ മെസ്സിയുടെ മാജിക് പ്രകടനം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ഈ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.